വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അക്ബർ ഗ്രൂപ്പിന്റെ ബെൻസി മോണ്ടിസോറി ഇന്റർനാഷണൽ സ്കൂൾ പൊന്നാനി തൃക്കാവിൽ പുതിയ ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു. ബെൻസി മോണ്ടിസോറി ഇന്റർനാഷണൽ സ്കൂൾ പൊന്നാനി തൃക്കാവിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊന്നാനി മഖ്ദൂം MP മുത്തുക്കോയ തങ്ങൾ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. മോണ്ടിസോറി പ്രവേശനോത്സവം കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സമാനതകളില്ലാത്ത വിദ്യാഭ്യാസം നൽകുന്നതിനായി അക്ബർ ഗ്രൂപ്പ് MD KV അബ്ദുൽ നാസർ ആരംഭിച്ച ഇന്റർനാഷണൽ മികവിലുള്ള മോണ്ടിസോറി സ്കൂൾ പൊന്നാനിയുടെ മതേതരമായ മാനവിക വിദ്യാഭ്യാസത്തിന് കരുത്തുപകരാൻ സാധ്യമാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ അജിത് കൊളാടി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. കർമ്മ ബഷീർ, വാർഡ് കൗൺസിലർ ഷബ്ന, PV അയ്യൂബ്, ഹിലാൽ സ്കൂൾ മാനേജർ ഡോക്ടർ ജോൺസൺ മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബെൻസി ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പാൾ രഹന സ്വാഗതവും സ്കൂൾ HOD ഷാജിദ നന്ദിയും പറഞ്ഞു. ഇത് തൃക്കാവാണ്. സാമൂതിരിയുടെ രണ്ടാം തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു. ഈ കേന്ദ്രം കേന്ദ്രീകരിച്ചും ഒരു കാലത്ത് വലിയ വിജ്ഞാന സംവാദങ്ങൾ നടന്നിരുന്നു എന്ന് ചരിത്രം പറയുന്നത്. മൗനത്തുൽ ഇസ്ലാം സഭയുടെ സ്കൂൾ, AV ഹൈസ്കൂൾ, മിഷണറിമാർ ബാസൽ ഇവാഞ്ചലിസ്റ്റ് മിഷൻ 2 നൂറ്റാണ്ട് മുമ്പ് മലബാറിൽ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് BM സ്കൂൾ. ആ കാലം മുതൽക്ക് ഏതാണ്ട് ആധുനിക വിദ്യാഭ്യാസം ഉണ്ടായ കാലം മുതൽക്ക് തന്നെ മൗനത്തുൽ ഇസ്ലാം സഭയും ബാസൽ ഇവാഞ്ചലിസ്റ്റ് മിഷനും AV ഹൈസ്കൂൾ 125 വർഷം പിന്നിട്ട സ്കൂൾ, അത്തരം വലിയ വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മതേതരമായ ഒരു മാനവിക വിദ്യാഭ്യാസം പൊന്നാനിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ തലമുറകളൊക്കെ ജാതിയും മതവും വർണ്ണവും വർഗവും ഇല്ലാത്ത മനുഷ്യരായിട്ട് വളർന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ആശംസിക്കാറുള്ളത് മനുഷ്യക്കുട്ടികളായിട്ട് വരെ വളർത്താനുള്ളൊരു അന്തരീക്ഷമുണ്ടാകും. അക്ബർ നാസർ, ഞങ്ങളൊക്കെ ബോസ് എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട നാസർ ഭായി, ഈ നാട്ടിൻ്റെ എല്ലാ മേഖലകളിലും തൻ്റെ സംഭാവനകൾ അർപ്പിക്കുന്ന ഒരാളാണ്. തൃക്കാവിലൊരു വലിയ ദീപസ്തംഭം നാസർ കൊടുക്കുക. ഇവിടെ വരുമ്പോൾ ഞാനത് നോക്കിയിട്ടാണ് വരുന്നത്. അതിന് മതവും ജാതീയതയും നോക്കാറുണ്ട്. കുട്ടികളെ വളർത്തിയെടുക്കുന്നതിലും അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വരണം. അവരൊക്കെ പഠിക്കുന്ന കാലത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമൊന്നും കിട്ടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഉള്ള വിദ്യാഭ്യാസം കൊണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇന്ത്യയിലെ ഒന്നാന്തരം വ്യവസായ പ്രമുഖന്മാരിൽ ഒരാളായി നാസർ ഭായിയെ പോലുള്ള ആളുകൾ വളർന്നു വന്നത്. അപ്പം അദ്ദേഹം ആലോചിക്കുന്നത്, ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ വരും തലമുറയിലെ കുട്ടികൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ പഠിച്ചുയർന്ന് പൊന്നാനിയിൽ നിന്ന് ലോകപ്രശസ്തരായിട്ട് വരണം. 8 സെക്കൻഡ് ഓടാൻ വേണ്ടിയിട്ട് 4 കൊല്ലം പ്രാക്ടീസ്. 8 സെക്കൻഡിലാണ് 100 മീറ്റേഴ്സ് ഫിനിഷ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് റെക്കോർഡ് 8.1 സെക്കൻഡ്. അതാണ് ചാമ്പ്യൻ, അതാണ് വിദ്യാർത്ഥി, അതാണ് സർഗപ്രതിഭ. അങ്ങനെയുള്ള ചിന്തകളെ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് വിദ്യാലയങ്ങളുടെ ആ രക്ഷിതാക്കന്മാരുടെ കടമ. അല്ല നമ്മളൊരു സാമ്പ്രദായിക ജീവിതം ജീവിച്ചിട്ട് എന്തായി പഠിച്ചു, എന്ത് പഠിച്ചു, വലിയ ഡിഗ്രി എടുത്തു, എന്നിട്ടോ ഈ പറഞ്ഞ ഡോക്ടറോ എഞ്ചിനീയറോ IT സ്പെഷ്യലിസ്റ്റോ ബാങ്കോ, എന്നിട്ടോ നിങ്ങളുടെ ജീവിതത്തിന്റെ നേരിടായിട്ട് അറിയില്ല. PhD കാരനാണ് പോയി ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിലുള്ള. എന്തിനൊക്കെ PhD എടുത്തു? അപ്പൊ അതല്ല വിദ്യാഭ്യാസം എന്ന ചിന്തകളെ സൃഷ്ടിക്കലാണ്. ആ പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാകാൻ ബഷീറാണ് വ്യത്യസ്ത മേഖലകളിൽ വിരാജിക്കുന്ന ആളാണ്. അവിടെ പൊന്നാനിയിലെ സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക പരിസ്ഥിതി മേഖലയിലൊക്കെ വലിയ സജീവമാണ് ബഷീർ. വലിയ ഒരു വിശാല ഹൃദയത്തോടുള്ള പറ്റുന്നില്ല. അപ്പൊ അതിലൂടെ ബഷീറിന്റെ പുതിയ ചിന്തകൾ നാസറാണ് ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ നാസർ നോക്കുമ്പോൾ ഞാനാളെ പുറത്തി പറയുന്നുണ്ട്, സമ്പത്തുള്ള ആളാണ്, പക്ഷേ റിച്ച്നെസ് ഇൻ യുവർ ഹാൻഡ് വിതൗട്ട് ഹെൽപ്പിംഗ് അതേഴ്സ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബെഗർ എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ലോകതാത്വിക ആചാര്യന്മാർ ഷോപ്പൻഹോവർ എന്ന് പറയുന്ന ചിന്തകൾ പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകരിപ്പിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഭിക്ഷക്കാരനാണെന്നാണ് ഷോപ്പൻഹോവർ പറഞ്ഞത്. നാസർ പലരെയും സഹായിക്കുന്നു. അപ്പൊ ആ വിശാല ഹൃദയത്വം വേണം. കൂടികളിക്കാൻ ഉൾപ്പെട്ടവർ ഒരു പൈസ ഒരാളെ സഹായിക്കാത്തവർ എത്രയോ ആൾക്കാരെ പൊന്നാനി തന്നെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കാം, സഹായിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വിജ്ഞാനമായാലും ശരി, സമ്പത്തായാലും ശരി, എന്തായാലും മറ്റുള്ളവരെ ഉപകരിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ വിജ്ഞാനത്തിന് അർത്ഥമുണ്ടാവുക, നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക. അല്ല എല്ലാം എനിക്ക് മാത്രം മതി, എനിക്ക് മാത്രം എന്ന് പറഞ്ഞിങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഉള്ളവരെ ഭൂരിഭാഗം. അതുകൊണ്ട് സമൂഹത്തിൽ ഛിദ്രതയുണ്ടാവുള്ളൂ, സമൂഹം ശിഥിലീകരിക്കപ്പെടും.
വിഭാഗീയവൽക്കരിക്കപ്പെടും, സ്വാർത്ഥത വളരും. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും വിശാലമനസ്കതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ടീച്ചർമാർക്ക് കുട്ടികൾക്ക് വലിയ വലിയ പ്രതിഭകളുടെ കഥ പറഞ്ഞു കൊടുക്കുക, വലിയ വലിയ ആൾക്കാർ എങ്ങനെയാ വളർന്ന് വലുതായതെന്ന് പറഞ്ഞു കൊടുക്കുക. എല്ലാ രംഗത്തും വലിയ 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 മഹാപ്രതിഭകളുണ്ട്. അവരുടെയൊക്കെ കഥ പറയുമ്പോഴാണ് കുട്ടികൾക്ക് ഇങ്ങനെയൊരു ലോകം ഉണ്ടായിരുന്നുവല്ലേ എന്ന് ചിന്തിക്കാൻ പറ്റുന്നത്. Be in a place where you want to find the best out there. You'll amaze on how the world takes for us. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Akbar Travels of India Private Limited. Your travel made.